ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. ഇന്ന് പ്രചോദനന്റെ വേഷം പറയാതെ നമുക്കിന്ന് പോകാൻ പറ്റില്ല. പ്രധാനമായും അല്ലെ, ഇന്ന് ക്രിസ്മസിനെ കറക്റ്റ് ആയിട്ട് സിഗ്നിഫൈ ചെയ്തിട്ടേക്കുന്ന വേഷം പ്രചോദനന്റെയാണ്. കലക്കനുണ്ട് പ്രചോദനം. നിങ്ങൾ എന്താണ് ഇടാഞ്ഞത്? ഏതാ രണ്ടുപേരും ഇട്ടില്ല. അല്ല, ഈ വഴി കൂടി ഏതെങ്കിലും സ്കൂൾ ബസ് പോകണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറ്റാണ്ടിരുന്ന മതി. പക്ഷെ എന്തായാലും നമുക്ക് റൂൾസ് അനുസരിക്കണ്ടേ അല്ലേ? മാത്രമല്ല, ഒന്ന് തിരിഞ്ഞേ കണ്ടോ പോണിട്ടേല്. പൊടിയിട്ടേല് ആള് മാറി സ്റ്റൈൽ സെൻസ് കൂടിയിട്ടുണ്ട്. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ്. ലെറ്റ്സ് വെൽക്കം ബാക്ക് രതീഷ്. വീണ്ടും സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? എങ്ങനെ പോകുന്നു പ്രോഗ്രാം? നല്ല പ്രോഗ്രാംസും നല്ല ഇതാണ് പോകുന്നുണ്ടല്ലേ. ഇന്നെന്താ സ്പോട്ട്? ഇന്ന് സ്പോട്ട് നമ്മുടെ ഷെയ്ൻ നിഗം, വിനായകൻ ചേട്ടൻ. ഷെയ്ൻ നിഗം ആൻഡ് വിനായകൻ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സ്പോട്ട് ഡബിംഗിലോട്ട് കിടക്കാം. ഓക്കെ, പ്ലീസ്. ഹെൽപ്പ് ചോദിക്കാൻ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്താണ് ആരെന്താണോ താൻ എന്താണ് എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കണം? ഞാൻ വല്ല ഗുണ്ടയാണെന്നാ തന്നെ കൊണ്ടുവന്ന കേസൊക്കെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാൻ? എന്താണ് സാറിന് പിള്ളേരെ പാവാട വെക്കി തന്നെ അടിക്കണ? വന്ന വഴിയും കൂടുതലൊക്കെ മനസ്സിലായില്ലടാ. പറ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന കൺട്രാവികൾ ഏതൊക്കെയാടാ? എണീറ്റ് നിൽക്കാനാകുമ്പോ എന്നോട് ഞങ്ങൾ വരാൻ പറയണില്ല. കാരണം ഇനി നീ അനങ്ങൂല, കേട്ടാ? എത്തന കൊല്ലേ? 3 കൊല്ലേ. நான் எவ்வளோ கொல்லை பண்ணியிருக்கு? டாக்டர் இல்லாம 96. 96? அப்ப நீங்க தான் வின்னு. அப்படியே நின்னு റൈറ്റ് ലെഫ്റ്റ് രണ്ടാമത്തെ റൂം വന്ന പണി നോക്കിക്കോ. அம்மா அம்மா சாப்பிட்டு 10 நாளாச்சம்மா. 10 രൂപ ധർമ്മം കൊണ്ടമ്മ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുത്തൻ ബ്ലാക്ക് മെയിൽ ചെയ്യണത്. അത് നീയൊക്കെ കാരണം. നിങ്ങളെയും കൊല്ലും, അവനെയും കൊല്ലും. நம்ம பார்க்குற வேலை நம்ம கரெக்டாக பார்த்தா தானே நமக்காக வேலை பார்க்குறவனோட வேலை கரெக்டாக பார்க்கும். 100% പ്രൊഫഷണൽ. ഇനി ഞാൻ നിനക്ക് മനസ്സിലാക്കുന്ന ഭാഷ പറയാം. എല്ലാ വീട്ടിലും മുതലെത്താത്ത തന്നെ സവാറ്. ആന ഉൻ വീട്ടിൽ മട്ടും ഡിഫറെൻറ്റ്. കുറച്ചിരുന്ന് സംസാരിക്കാം. മനസ്സിലായില്ലേ? കൊഞ്ചം ഒക്കാന്ത് പെസലാമാ. ഇരിക്കും. സർപ്രൈസ് പാക്കേജ് ആയിരുന്നു കേട്ടോ VTV ഗണേഷ്. അത് പറഞ്ഞിരുന്നില്ല. അടിപൊളി. വിനായകനൊക്കെ അത് തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല. രതീഷ്, നിങ്ങൾ നല്ല ഹോംവർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പുതിയ ആൾക്കാരായിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ആക്ടറിന് വേണ്ട കഴിവ് നിങ്ങൾക്കുണ്ട്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ കൂടെ പറയാം. ഈ സിനിമയുടെ ഓഡീഷൻ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ പോകണം. കാരണം ഈ ഒരു പ്രൊഫൈൽ വെച്ചാൽ മാത്രം നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുപാട് കിട്ടും. ഇത്രയും ടൈമിങ്ങും ഇത്ര ഒബ്സർവേഷനിൽ കഴിവുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു ആക്ടർ ആയിരിക്കും. അപ്പൊ അധികം ഇവിടെ വന്നിട്ട് പഴകാതെ ഉടനെ തന്നെ വലിയ സ്ക്രീനിൽ കാണാൻ ഭാഗ്യമുണ്ടാവും. കാരണം എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ നോട്ടീസ് ചെയ്യപ്പെടും. നിങ്ങളുടെ ഫേസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന ടൈപ്പാണ്. ഐഡന്റിറ്റി ഉള്ള ഒരാളാണ്. ശബ്ദമുണ്ട്, കഴിവ് എല്ലാം ഉണ്ട്. വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക, ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ വലിയ സ്ക്രീനിൽ രേഖപ്പെടുത്തിയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രതീഷെ, നമ്മൾ പല വിജയങ്ങളുടെ പിന്നിലും കോമഡി ഉത്സവത്തിൽ വന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഇന്ന് രതീഷ് ഇവിടെ സ്പോട്ട് അപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ അതിശയിച്ചു പോയത് ആർഡിക്സ് ആണ് ചെയ്തത്. അതിന്റെ എഴുത്തുകാരൻ ആദർശ് എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ഫ്ലോ ആദർശ് ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ്. നെയ്മർ, അതുപോലെ കാതലുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഇങ്ങനെ ഈ സിനിമകളിലെ സീനുകൾ കൂടുതൽ പ്രാവശ്യം കാണുമ്പോൾ ഒരു സിനിമ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളാണ്. കാര്യം അല്ലെങ്കിൽ ഇത്ര പെർഫെക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം മിഥുൻ പറഞ്ഞ പോലെ VT ഗണേഷിന്റെ ഒക്കെ ഞാൻ ഓർത്തനി ഓൾറെഡി അതിലുള്ള അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് VT ഗണേഷിനെയൊക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. എല്ലാ ടൈമിങ്ങും അടിപൊളിയായിരുന്നു. പെർഫെക്ഷൻ ആൾക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിച്ചു. ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഓരോ വരവും അതുപോലെ പ്രതീക്ഷ നൽകുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇനിയും അടുത്തത് വീണ്ടും ഞെട്ടിച്ചോണ്ട് വരിക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു ഗൈഡ് ചെയ്തത് കേട്ടോ. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തതായിട്ട് വരുന്ന ദിനമേ വരുന്ന ദിനമേ അരുമ ദിനമേ അരുമ ദിനമേ വിദേശ പടക്കൈ പല ദിനം
അകന്നു മരവും സോദരനെ എത്ര ദിനം നയനം എത്ര ദിനം ഹൃദയം പ്രിയമോടും കൊതിച്ചു കാൺമതിനായി ഭാഗ്യം പുലരും ദിനമേ ഭാഗ്യം പുലരും ദിനമേ ദിനമേ തിരിച്ചങ്ങ് തള്ളിയാണ് 1948 നിർമ്മല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശങ്കരപ്പിള്ള സാർ എഴുതി E.A. വാര്യർ സംഗീതം നൽകി വിമലാ വി വർമ്മ മോഹനൻ രാഗത്തിൽ പാടി റെക്കോർഡ് ചെയ്ത ആദ്യ മലയാള സിനിമയിലെ പാട്ടാണിത്. വലിയ അറിവാണല്ലോ, സിനിമയെ പറ്റിട്ടൊക്കെ ഭയങ്കര അറിവാണല്ലോ. അറിയാന്ന ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ, ശബ്ദ സിനിമ ബാലൻ, ആദ്യത്തെ കളർ ചലച്ചിത്രം കണ്ടം പച്ച കോട്ട്, ആദ്യത്തെ 70mm സിനിമ ഏതെന്നറിയാമോ? 70mm പടയോട്ടം. ആദ്യത്തെ ഡോൾബി ഡിജിറ്റൽ പടം ഏതാണ്? കാലാപാനി. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ അടൻ സൊള്ളി പടം ഏതെന്നറിയാമോ? രാത്രി. അത് ഒറ്റ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞോണ്ട. അല്ല, അത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും പോലെ കാളകളിപ്പൊക്കെ നിർത്തി ഞാനിപ്പോ എന്റെ തല മുഴുവൻ സിനിമയാണ്. അയ്യോ, അതൊക്കെ പണ്ട് സിനിമയ്ക്ക് അങ്ങനെ പെട്ടി എടുത്തോണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഡിജിറ്റലാണ്, സാറ്റലൈറ്റ് ലിങ്കിലൂടെയാണ് സിനിമ വരുന്നത്. അതുകൊണ്ട് പെട്ടിയൊന്നും ഇല്ല ഇപ്പൊ. പെട്ടി ചമക്കണ പരിപാടി അല്ലെന്ന്. പിന്നെ എന്റെ സിരകളിൽ ഓടുന്ന ഇപ്പൊ സിനിമ എന്നൊരു ചിന്തയുള്ളു. IFFK തുടങ്ങിയില്ലേ? IFFK ഉള്ള കോലമാണോ ഇത്? അതെ, അതിന്റെ ഓളപ്പരപ്പുകളിൽ കിടന്ന് എനിക്ക് പൊളയണം. മിക്കവാറും നിങ്ങൾ ഇന്ന് എന്റെ അടി കൊണ്ട് ഇവിടെ കിടന്ന് പൊളയും. ചന്ദ്രി, പറഞ്ഞത് നീ ഒരു കാര്യം എന്റെ ഈ ഭാഗത്തായിട്ട് ഒരു കീ ഉണ്ട്. അപ്പൊ പിടിച്ച് കറക്കുമ്പോ നീ പറയുന്ന സ്ഥലത്തോട്ട് അത് നിൽക്കുമല്ലോ. ഞാൻ ഇന്ന് നിങ്ങളെ കീഴിൽ പിടിച്ച് കറക്കും. അണ്ണാ, എനിക്ക് ഇന്ന് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം നിങ്ങൾ എല്ലാരും കൂടി. ഇത്രയും കാലം ഞാൻ സഹിച്ച്, ഇനി എനിക്ക് സഹിക്കാൻ പറ്റൂല അണ്ണാ, സഹിക്കാൻ പറ്റൂല. എന്താണ് ചന്ദ്രി, എന്താ പ്രശ്നം? അണ്ണാ, നമ്മൾ ഇങ്ങനെ വഞ്ചിക്കായിരുന്നു ഇത്രയും കാലം, നിങ്ങൾക്ക് അറിയാമോ? ചന്ദ്രി എപ്പോഴും ഉണ്ട് ഈ സംശയം കേട്ടോ. പാവം സുനിയെ വെറുതെ ഇങ്ങനെ സംശയിക്കുന്നു. സംശയമൊന്നുമില്ല, ഇങ്ങനെ ഒരു കാമുകി ഉണ്ടെന്ന്. സുനി അങ്ങനെ ഉണ്ടാവും സാധ്യതയില്ല. എനിക്ക് സുനി നന്നായിട്ട് അറിയാവുന്നു. എന്റെ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരട്ടോ. ഒന്ന് വായിച്ചു നോക്കി. എന്റെ ഒരേ ഒരു കാമുകി സുനി, എന്റെ ഒരേ ഒരു ഭാര്യ സിനി. അയ്യോ, അതങ്ങനല്ല. ആര് സിനി എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അതങ്ങനെയല്ല അളിയ. എന്റെ ഒരേ ഒരു കാമുകി സിനിമ, എന്റെ ഒരേ ഒരു ഭാര്യ സിനിമ, അങ്ങനെ എഴുതിയതാണ്. അതിൽ മാ എഴുതിയിട്ടില്ലല്ലോ. മാ എഴുതാൻ നേരത്തെ പേരെതെളിഞ്ഞില്ലെന്ന്. നിങ്ങളെ മാ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞു. വീട്ടിൽ വരും, മുറിക്കകത്ത് കയറി ഇടിച്ചിട്ട് ഞാൻ വെളിയിൽ മിണ്ടിയിട്ടുണ്ടാ, തെറി പറഞ്ഞിട്ട് വെളിയിൽ മിണ്ടിയിട്ടുണ്ടാ. വേണ്ട, വീട്ടിൽ വരാന്ന്. നിങ്ങൾ മര്യാദക്ക് വീട്ടിൽ വരും. കുറുണിയപ്പച്ച എവിടെ കിടന്ന് ഭയങ്കര ബഹളമെന്നേ. അവരെന്തി നമ്മളെ വീട്ടിൽ കിടന്ന് വെള്ളം വെക്കണ? അവരുടെ ചുണ്ണാമ്പ് കാണാനില്ലെന്ന്. നിങ്ങൾ എന്തൊരു കൈയൊക്കെ മറച്ചു വെച്ചോണ്ട് നിൽക്കണത്? ഇല്ല, അതിങ്ങനെ നിന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കാം. കൈമാറ്റി കുറുണിയപ്പച്ചിയുടെ ചുണ്ണാമ്പ്. നിങ്ങൾ ഈ കൊണ്ട് എവിടെ പോവാൻ പോണ്? നിങ്ങൾ അവിടെ നേരെ ചവ്വന്ന് പെയ്യ ആരും ശ്രദ്ധിക്കൂല. ഇങ്ങനെയൊക്കെ പെയ്യാലെ ആൾക്കാർ ശ്രദ്ധിക്കും. എവിടെ? അപ്പം ഇങ്ങനെ അവിടെ IFFK സിനിമ കാണാനല്ല എണ്ണ പോണത്. 10 പേര് ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഈ വേഷം കെട്ടിക്കൊണ്ട്. അല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി വരണവരുണ്ട്, പക്ഷെ ഞാൻ സിനിമ കാണാൻ തന്നെയാണ് പോണ. നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ നിങ്ങൾക്ക് മര്യാദക്ക് വീട്ടിൽ ഇരുന്ന് സിനിമ കണ്ടുകൂടാ. ടിവിയിൽ എത്രയോ സിനിമകൾ വരുന്നത്, അത് കണ്ടുകൂടെ. നിങ്ങൾ എന്താ തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോണത്? അല്ല, ടിവിയിൽ വരുന്ന സിനിമയൊന്നും കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ വിദേശ സിനിമകൾ കാണണം. അതായത് അവിടെ ആകുമ്പോൾ അറബിക് സിനിമ വരും, ഇറാൻ സിനിമ വരും, കൊറിയൻ സിനിമ വരും, ഇംഗ്ലീഷ് സിനിമ വരും. ഇതെല്ലാം കണ്ട് നമുക്ക് പൊളയാം. എന്റെ പൊന്നെണ്ണ, ടിവിയിൽ വരണ മലയാള സിനിമ കണ്ടിട്ട് നേരെ ചൊവ്വേ മനസ്സിലാക്കാത്ത ഇങ്ങേരാണ് ഇനിയിപ്പോ ഇംഗ്ലീഷ് ഇറാനും ഒക്കെ ഉണ്ടാക്കാൻ പോണത്. ഇങ്ങനെ അവസാനം കണ്ട സിനിമ ഏതെന്നറിയാമോ? മൈ ഡിയർ കരടി. എന്നിട്ട് കരടീനെ വേഷം കണ്ടപ്പോ പേടിച്ച് 3 ദിവസം പനി പിടിച്ച് പണിക്കുവാതെ വീട്ടിൽ കിടന്ന മനുഷ്യനാണ്. എന്നാ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊരു ഗുണമാണ് ഉണ്ടായത്? എനിക്ക് ഭാഷ പഠിക്കാൻ പറ്റി. ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. ഇംഗ്ലീഷിൽ ഒരു ഡയലോഗ് പറ. യാ ബേബി കമോൺ. കണ്ടാ ഇങ്ങനെ പഠിച്ച ഡയലോഗ് കണ്ടാ? ഇത് തന്നെയാണ് കുഴപ്പം. ഇങ്ങനെ കാണുന്ന എല്ലാ ഇംഗ്ലീഷ് സിനിമയിലും ഒരേ ഒരു കഥയേ ഉള്ളൂ. അല്ല, കഥ ഒന്നേ ഉള്ളെങ്കിൽ ഈ നായകനും വേറെ അല്ലേ? അതല്ലേ അതിന്റെ രസം. നിങ്ങളെ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളെ കീമിൽ പിടിച്ച് ഞാൻ തിരിക്കുമെന്ന്. നിങ്ങൾ വീട്ടിലോട്ട് വരും. ഇനി ആരിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. അതിൽ പോവും. നിങ്ങൾ പോവോ? എന്നാ എനിക്കൊന്ന് കാണണം നിങ്ങൾ പോണത്. നീ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതാ മംഗളാശംസകൾ. എനിക്ക് നിങ്ങൾ എന്തായാലും കൊല്ലാൻ പറ്റൂലല്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യണ നല്ലത്. അളിയ, എനിക്ക് പോകണം അളിയ. എനിക്ക് പെയ്യേ പറ്റൂല അളിയ. ഞാൻ വെറുതെ പറയല്ല, അത് അങ്ങനെ വെറുതെ കയറി പോകാൻ പറ്റില്ല. പാസ് വേണോ അതിന്? ആണാ? പാസ് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മാപ്ര എന്നും പറഞ്ഞു പോകും.
മാപ്ര മാപ്ര അതെന്തൊരു മാപ്ര? നീ എന്നെ മാപ്പിളയെന്ന് വിളിക്കൂലേ അതുപോലെ ഒരു സാധനമാണ് ഈ മാപ്ര. അണ്ണ എന്തിനാ? അതങ്ങനെയല്ല. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മാധ്യമ പ്രവർത്തകൻ എന്നുള്ളത് ലോപിച്ച് മാപ്ര എന്നാക്കിയിട്ടുണ്ട്. അണ്ണ എന്തിനാണ് ഈ പാസ്? എന്തിനാണ്? ഡെലിഗേറ്റ് പാസ് ഉണ്ട്. അതായത് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് ഡെലിഗേറ്റ് ആയിട്ടുള്ള പാസ്, ഡെലിഗേറ്റ് പാസ് കിട്ടിയാൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ആ പാസ് കിട്ടിയാ പോവാൻ പറ്റുമോ? പിന്നെ? എവിടെ പോയിട്ടായാലും ഞാൻ ആ പാസും കൊണ്ടേ വരുവുള്ളൂ. എവിടെ പോണു? ഡൽഹിയിലെ ഏതാ ഗേറ്റിൽ ചെന്ന പാസ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ അറിയപ്പെട്ടോ. ഞാൻ പാസ് വേണ്ടി നീ നോക്കിയോടി. ഞാൻ ആ പാസും കൊണ്ടൊന്ന് എവിടെ കിടന്ന് പൊളയും ഞാൻ നോക്കോ. സുനി എന്തായിരുന്നാലും IFFK പോകുന്നതാണ് തോന്നുന്നു. അയ്യോ അണ്ണ പേടിക്കണ്ട. അങ്ങേരിക്ക് മഞ്ചവളാകത്ത് നിന്ന് നെയ്യാറ്റിൻകര പോയി കഴിഞ്ഞാൽ പിന്നെ പോവാൻ വഴി അറിഞ്ഞൂടാ. 10 മിനിറ്റിനകത്ത് അങ്ങേര് തിരിച്ച് വീട്ടിനകത്ത് തന്നെ വരും. അതുകൊണ്ട് അങ്ങേര് വരുമ്പോ ഞാനും ഇവിടെ കാണണം. ഞാൻ പോട്ടണ്ണ ഇന്ന് ഞാൻ നോക്കിക്കോ അങ്ങേരെ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ അവിടെ കമന്റുകളുണ്ട്, അതായത് സുനിയും ചന്ദ്രയും കാണാനില്ല എന്നുള്ളത്. കിട്ടണ്ടേ? തിരക്കല്ലേ? നല്ല തിരക്കാണ്. അവർക്ക് എല്ലായിടത്തും ആദരവും അവാർഡും ഒക്കെ നൽകി നമ്മുടെ ഓഡിയൻസ് അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനത്തിന്, റെസ്പെക്റ്റിന് വളരെയധികം നന്ദി കേട്ടോ. താങ്ക്സ് അലോട്ട് കേട്ടോ. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ നമ്മൾ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു വൈറൽ സിംഗറിനെയാണ്. ലെറ്റ്സ് വെൽക്കം പ്രസാദ് ഫ്രം വയനാട്. പ്രസാദ് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്ന് പാടിയ പാട്ടാണ് സൂപ്പർ ഹിറ്റ് ആയത് അല്ലേ? അല്ലേ? ശരിക്കും ഓട്ടോറിക്ഷയാണ്, ഉപജീവനമാർഗം ഓട്ടോറിക്ഷയാണ്. 3 വർഷമായിട്ട് ഓട്ടോറിക്ഷയിലാണ്. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. നമുക്ക് ആ വയറിലായ പാട്ട് തന്നെ തുടങ്ങിയാലോ? പ്രവാഹമേ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിലോല തന്നു. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിലോല തന്നു. നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു. നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ. അടിപൊളി കേട്ടാ. ഏത് റേഞ്ചിൽ പാടിയല്ലേ അത് ശരിക്കും. പാട്ട് പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. +2 പഠിക്കുമ്പോൾ കുറച്ച് പഠിച്ച് നിർത്തിയ, പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നിർത്തിയതാണ്. പഠിക്കാതെ തന്നെ അസലായിട്ട് പാടുന്നുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ടിൻചേട്ടനൊക്കെ പറയണ പോലെ പഠിക്കും തോറും നമുക്കത് ഏറ്റവും കൂടുതൽ ഏത് പ്രായത്തിലും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ സംഗീതം. തീർച്ചയായിട്ടും. ഇനി ആ ഓട്ടോറിക്ഷ ഓടിപ്പിന്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തി പഠിക്കാൻ കൂടി വേണം. പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുടുംബം? വീട്ടില് അമ്മ, വൈഫ്, 6 മാസമായ ഒരു മോനുണ്ട്. ഓ അത് ശരി. ഓക്കെ. ഫാമിലിയൊക്കെ എല്ലാരും പാടും, അമ്മയൊക്കെ പാടും. പഠിച്ചിട്ടൊന്നുമില്ല, എല്ലാരും പാടും. അതാണ് ജനറ്റിക് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്, ഹെറിറ്ററി ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഒരു സിനിമയിൽ ചെറിയൊരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് ലവ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. അടിമാലിയുടെ ബിനിച്ചേട്ടന്റെ ഒരു പടത്തിൽ പാടി. ഒരു പക്ഷേ ഇവിടെ വന്ന് തന്നെ അത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കോമഡി ഉത്സവത്തിന്റെ ഫ്ലോർ.
കാരണം മിഥുൻ ചേട്ടൻ്റെ ഒരു പ്രോത്സാഹനമാണ് നമ്മളെപ്പോലുള്ള ഓരോ ഈ സാധാരണക്കാരനെ ഈ വേദിയിൽ എത്തിച്ച് അത്രയും ഞാനിത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഉറപ്പായിട്ടും അത് വലിയ സന്തോഷമല്ലേ പ്രസാദ്? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഈ ഒരു കോമഡി ഈ ഫ്ലോർ എന്ന് പറയുന്നത്. അടുത്തൊരു പാട്ട് രാമകഥ എന്ന് പറഞ്ഞിട്ട് സെമി ക്ലാസിക്കൽ സോങ് പാടാൻ ശ്രമിക്കാം. ചെറിയ പാട്ടൊന്നും എടുക്കണില്ല അല്ലേ? ഓക്കെ. സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗേതം പാടുകയാ ഹേ രാമാ കാതരയാ സാരികയാ സാഗേതം സാഗരമേ ശ്രുതിലയ സാഗരമേ സരി 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 രി മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗ ഗരി രി ഗ ഗരി സരി ഗ മ പദ പ പദ പ പദ പ പദ ക സദാ ദ സ സദാ മദനി സദാരി സദരി സദരി സദാരി സഗ ഗരി രി ഗ ഗരി രി മദനി ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദി നാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീവരദ വാക്യം ഇന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടന്നുലഞ്ഞുലൻ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗ ജീവതാളമേകി മാരുതിയാ ജലഗന്ധ ചൂന ധൂപ ദീപ കലയ മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരും സാമഗാന ലഹരിയോടെ അണയൂ രാമ ശ്രീരാമ രാമ രാമ കെട്ടിപ്പിടിച്ചോട്ടു എന്റെ അമ്മേ ഒരു രക്ഷയില്ലാണ്ട് പാടിയിട്ടുണ്ടാവും. ഒരു പാട്ടും കൂടി നമുക്ക് വേണ്ടി ഒരു അടിപൊളി മൈലാഞ്ചി പാട്ട് പാടാം. മധുവന്ന പൂവല്ല
ലങ്കി മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിലെ കടലിനെ ഉണക്കുന്ന കതിരെ മണിമുത്തു വിതറുമ്പോൾ ചിരിക്കുന്ന സരസേ നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിലെ കടലിനെ ഉണക്കുന്ന കതിരെ മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസേ പൂമാരൻ നിനക്കീതാ അണയുന്നുണ്ടേ മുഖപത്തിൻ കുളിരുമായി ഇതാ വരുന്നേ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ തക 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 മണിയറക്കുള്ളിൽ നാറും മണം ചിറകടിച്ച് മണി വീണ കരങ്ങളിൽ വളകോരി നിറച്ച് മണവാട്ടി കൂടുമയിൽ പുതുക്കവും പതിച്ച് മണിയറക്കുള്ളിൽ നാറും മണം ചിറകടിച്ച് മണി വീണ കരങ്ങളിൽ വളകോരി നിറച്ച് മണവാട്ടി കൂടുമയിൽ പുതുക്കവും പതിച്ച് പൂമാരൻ കുളിരുമായി ഇതാ വരുന്നേ മലരമ്പൻ നീനക്കീതാ വരുന്നു മോളെ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ സെമി ക്ലാസിക്കൽ ആണെങ്കിലും അടിച്ചുപൊളി പാട്ടാണെങ്കിലും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. വയനാട്ടിലെ പൂതാടിക്കാർക്ക് വേണ്ടി മുതിൻ ചേട്ടൻ്റെ പകരം ഉറപ്പായിട്ടും പൂതാടിക്കാർക്ക് എല്ലാവർക്കും വലിയ ഹൈ ദാ നിങ്ങൾ ഏറ്റവും വലിയൊരു കലാകാരനല്ലേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നേരെ ടിൻചനിലോട്ട് പോവാം. ടിൻചടാ, പ്രസാദിനെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ യൂറേക്ക ഫോബ്സിലെ ഇന്റർവ്യൂവിന് പോയി. ജോലിക്കാണല്ലോ, ചെറിയ മിമിക്രിയൊക്കെ ഉള്ളൂ ട്രൂപ്പിൽ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സെലക്റ്റഡ് ആയി. എന്നിട്ട് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ പറഞ്ഞ് എൻ്റെ പ്രൊഫൈൽ കൊടുത്തപ്പോൾ ആർട്ടിസ്റ്റാന്ന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ സ്ക്രീനിൽ കാണണമെന്നാണ് ആഗ്രഹം. അപ്പൊ തൽക്കാലം ഈ ജോലി ചെയ്യണ്ട, നിങ്ങൾ അതിൽ തന്നെ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അത് ഭാഗ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ, അത് ചിലപ്പോൾ വരുമാനം കുറവായിരിക്കാം, എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ പ്രസാദ് ഒരു ഭാഗ്യവാനാണ്. ഇപ്പൊ ഏകദേശം ഒരു 8500 കലാകാരന്മാർ കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ടല്ലേ. അതിൽ തന്നെ എനിക്ക് ലക്ഷണങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നമ്മളൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ അറിയാം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. നിങ്ങൾ ശബ്ദം സൂക്ഷിക്കുന്ന ആളാണ് അല്ലേ, ദുശീലങ്ങളില്ല. അപ്പൊ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കൃത്യനിഷ്ഠയായിട്ട് കഴിവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതിന് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് മാത്രമല്ല സാറേ, ഇതുപോലത്തെ ഒരു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന വേറെ ഒരു റിയാലിറ്റി ഷോ വേറെ ഇല്ല എന്നാണ് എൻ്റെ
അഭിപ്രായം. അപ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നുള്ള യാതൊരു സംശയവുമില്ല. നല്ല ശബ്ദമുണ്ട്. അപ്പോൾ വോക്കൽ ട്രെയിനിങ് ഇപ്പോൾ ഫ്രീ ആയിട്ടാണെങ്കിലും ഓൺലൈനിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് പാടിയ പാട്ട് മേൽസ്ഥായിലായിരുന്നു, മുകളിലാണ്. അത് നിങ്ങളുടെ ഐഡന്റിറ്റി ഉള്ള ഒരു വോയിസ് തന്നെയാണ് പാടിയത്. പിന്നെ പാടിയത് രാമകഥ, ഭയങ്കര ബേസ് ആയിട്ടുണ്ട്. ദാസേട്ടൻ്റെ ഒക്കെ അപ്പോൾ കീഴ്സ്ഥായിലൊക്കെ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതൊന്നാണ് ഈ വോക്കൽ ട്രെയിനിങ് കൂടി എടുത്താൽ പിന്നെ ഒന്നും പറയാനില്ല. താങ്ക് യു സാർ. പ്രചോദനത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെ കൂടെ വന്നിട്ടുള്ളത്? എൻ്റെ കൂടി പെങ്ങളെ ഭർത്താവ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. ഇവിടെ ആലുവ തന്നെയാണ് താമസം. ഗിരീഷ് കുമാർ. വരൂ വരൂ പ്ലീസ് വരൂ. മ്യൂസിക് ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോ തന്നെ ഇദ്ദേഹത്തിനുള്ള ചാൻസ് എല്ലാം കൊടുക്കുന്നുണ്ടോ? ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ ആൽബം സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആൽബം സോങ്സിലൊക്കെ പാടാനായിട്ട് ഇത്രയും ഒരാളുള്ളപ്പോ ഉണ്ടല്ലോ. അതെ അതെ. പ്രചോദനം. ഈ രാമകഥ എന്ന് പറയുന്ന ഒരു പാട്ട് ഈ അടുത്ത കാലത്ത് ഇത്രയും മനോഹരമായി പാടി ഞാൻ കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് പ്രസാദ് സംഗീതം പഠിച്ചില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇത്രയോ പ്രാക്ടീസ് ചെയ്ത് ഇതിൻ്റെ ആകാരങ്ങളൊക്കെ അകത്ത് ഹമ്മിങ് ഒക്കെ എടുത്ത് കറക്റ്റ് സ്വരസ്ഥാനം, ഇപ്പം എന്തിനും സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ പാടിയതെല്ലാം കറക്റ്റാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരു കള്ളത്തരവും, കാര്യം നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന ഒരു കള്ളത്തരവും ചെയ്യാൻ പറ്റില്ല ലോകത്തിൽ കള്ളത്തരം കാണിക്കാൻ പറ്റാത്ത ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലാണ്. കാര്യം ബ്രേക്ക് ചെയ്യേണ്ടത് ചവിട്ടണം, സ്പീഡ് കൂട്ടണം, ഇല്ലേ, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ മീറ്റർ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരു കള്ളത്തരവും കാണിക്കാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ 3 പാട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ട് ഈ വേദിയിൽ വെച്ച് പാടാൻ സാധിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും പ്രസാദ് ഒരുപാട് പ്രോഗ്രാം കിട്ടും കേട്ടോ. നിങ്ങളൊരു അസാധ്യ കലാകാരൻ. താങ്ക് യു കേട്ടോ. താങ്ക് യു വന്നതിന് വളരെ സന്തോഷം കേട്ടോ. സന്തോഷം. എല്ലാവരും വലിയൊരു കൈയടിയോടുകൂടി. കോമഡി ഉത്സവത്തിൽ ഇനി മിമിക്രി കോമ്പറ്റീഷനുള്ള ടൈമാണ്. ലെറ്റ്സ് വെൽക്കം പ്രിൻസ് ആൻഡ് ഷമീർ. വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. കൈനെന്തുറ്റി? വീടിന്റെ മതിലേ റോഡിലൂടെ പോകുന്നവർക്ക് വെളിച്ചം കാണാൻ വേണ്ടിട്ട് ലൈറ്റ് ഇടാൻ ശ്രമിച്ചതാ. അപ്പൊ കല്ലിന് ഉറപ്പുണ്ടായില്ല, വീണപ്പോ മനസ്സിലായി ഉറപ്പില്ല. ചെറിയ കുളിര് കിട്ടിയില്ലേ? കുളിര് ഷമീറിന് വീണ്ടും സ്വാഗതം കേട്ടോ. താങ്ക് യു. കുറെ നാളിന് ശേഷമല്ലേ പറഞ്ഞേ? 6 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, ഇന്ന് ആരൊക്കെയാ ലിസ്റ്റില്? ഇന്ന് ഉമ്മൻചാണ്ടി സാറും മാമുകോയും. നാട് എവിടെയാണെന്നും ഒക്കെ ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട്. വീട് ചാലിശ്ശേരി, പാലക്കാട് ജില്ലയില്. ശരി പ്രിൻസേ, വെൽക്കം ബാക്ക്. ഇന്ന് പാട്ടുകാർ തന്നെയാണോ? ആരൊക്കെ ഇന്ന് പാട്ടുകാര്? ശ്രീറാം, നല്ല ഷർട്ട് കേട്ടോ. അപ്പൊ അതെ, ശ്രീറാമും തലർ മെഹന്തി, അടിപൊളി. അപ്പൊ സെറ്റ് അല്ലേ? സെറ്റാണ് അല്ലേ? ഇപ്പൊ എങ്ങനെ ഷോസ് ഒക്കെ നന്നായിട്ട് പോകണ്ടോ? ഗംഭീരമായിട്ട് ഷോസ് ഉണ്ട്. ഇതിനിടയ്ക്ക് വരാൻ ടൈം കിട്ടുന്നുണ്ടോ എന്ന് വേണം ചോദിക്കാൻ അല്ലേ? സമയം നോക്കി വരുവാണ്. സന്തോഷം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഐശ്വര്യമായിട്ടുള്ള സ്പിൻ. Let's open number 9. ചിത്ര ചേച്ചിയുടെ ശബ്ദം. കളപം തരാം ഭഗവാനേ, മനസ്സും തരാം. കുറച്ചുകൂടി പിടിച്ചാലപ്പം നടക്കും. ഷമീറേ, സാഹസമായിരുന്നു. ഐശ്വര്യമായിട്ടൊരു സ്പിൻ അടിച്ചേ. Let's open number 13. നരേന്ദ്ര പ്രസാദ്. വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അവനെ കൊണ്ട് പറ്റണതല്ല, അവന് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഭീമനെ കൊണ്ട് ഡയലോഗ് എടുത്ത്. ഷമീറേ, അടുത്ത സ്പിൻ അടിച്ചോ. നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. നിയാസ് ബക്കർ ചെയ്യാം. നിയാസ് ബക്കർ. ഇതിപ്പോ എന്താ മനസ്സിലായി? ഇതൊരു മനുഷ്യന്റെ ശ്വാസകോശമാണ് കേട്ടോ. ഒരു മനുഷ്യന്റെ ശ്വാസകോശം അങ്ങനെ വിചാരിക്ക, തൊള്ളൽ കണ്ട. അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് പറഞ്ഞ്? 65 വർഷമായിട്ട് നിങ്ങൾ പുക വലിക്കാണ്. അപ്പൊ നിങ്ങളുടെ ശ്വാസകോശം ഏതാണ്ട് ശരിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ശരിയാക്കിയാലോ. അസ്സലാമു അലൈക്കും. ഓ സൂപ്പർ. അപ്പൊ ഫ്രീ ആയിട്ടൊരു സ്പിന്നും. Let's open number 24. ദളപതി വിജയ്.
എന്നാ ഞാൻ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിനോട് എത്തുന്നുണ്ട്. நினைச்சு அப்படி ആ, ഉമ്മൻചാണ്ടി സാർ உங்களுக்கு தமிழ் பேசுறதுக்கு பிரச்சனை என்ன? இங்கிலீஷ்ல பேசுங்க. இந்த மாதிரி சீரியஸ் மேட்டர்லாம் பேசுறதுக்கு இங்கிலீஷ் தான் நல்லது. That's right. சின்ன சின்ன தப்பு இருந்தா கூட பரவாயில்ல, நான் ஒத்துக்கிறேன். பேசுங்க, தைரியமா பேசுங்க, தைரியமா பேசுங்க. എങ്ങനെ പ്രിൻസേ സ്മിൻ Let's open number 11. മാമുകോയ പഠിച്ചോനെ കാത്തോനെ നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. മാമുക ലിസ്റ്റിലില്ലേ? അപ്പൊ അത് കാണാം. കൂട്ടം തെറ്റിയ നായക്ക് കാട്ടം പോലും കിട്ടൂലെന്ന് പറഞ്ഞാലാണ് നമ്മളെ കഥ. 12 ആനി അതിന്റെ തോറ്റം തരാമെന്ന് പറഞ്ഞാലും ഈ പണിക്ക് നമ്മളില്ല. ചെയ്തോടത്തോളം മതിയായി. തടി കഴിച്ചാൽ റഫിന്റെ കാവല്. സൂപ്പർ. അപ്പൊ രണ്ടുപേരുടെയും നമ്പേഴ്സ് ചേട്ടാ ഒന്ന് വേദിയിലേക്ക് വരൂ. ഷമീറിന് ലിസ്റ്റിൽ ഇനി ഒരാളും കൂടി ഉണ്ട്. ഉമ്മൻചാണ്ടി സാർ കേൾക്കാം. ദേശീയ നേതൃത്വം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത്. പിന്നെ ജനങ്ങൾ എന്തിനെ ഭയക്കണം? ജനങ്ങൾക്ക് ഞങ്ങളെ നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ ഞങ്ങൾക്കും. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം അത് UDF തന്നെ ഗുണം ചെയ്യുമെന്ന് യാതൊരു തർക്കവുമില്ല. സൂപ്പർ സൂപ്പർ. അപ്പൊ ഇനി അടുത്ത ലിസ്റ്റിലുള്ളത് ദലേർ മെഹന്തി. ഓക്കെ, റെഡി. സൂപ്പർ. ഷമീറെ, ഉമ്മൻചാണ്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഞാനിപ്പോ ഈ സൈഡിൽ നോക്കുമ്പോ ഫേസ് ഒക്കെ കറക്റ്റ് അതുപോലെ തന്നെ തോന്നി എനിക്ക്. ഈ കളറും ആ കളർ ടോൺ എല്ലാം കൂടി തോന്നിയതാണ്. ഫേസ് പിടിച്ചത് ഈ ജോയൊക്കെ പിടിച്ച് ഭയങ്കര രസമായിട്ട് നന്നായിരുന്നു. അതുപോലെ തന്നെ ചെയ്ത 2 സ്റ്റാർസ് നന്നായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല ധൈര്യം ഉണ്ടല്ലോ സ്റ്റേജിലേക്ക്. വന്നിട്ടുള്ളതല്ലേ ഇവിടെ. അപ്പോ വളരെ ഗംഭീരായി. ഭയങ്കര റേഞ്ച് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗാനമേളക്ക് സ്ഥിരം പാടുന്നുണ്ടല്ലേ? അത് നിങ്ങളുടെ വോയിസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. കാരണം ഒരു വെറൈറ്റി ഉള്ള ഒരു വോയിസ് ആണ്. കാരണം എനിക്ക് ദലേറിന്റെ കറക്റ്റ് വോയിസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ പലരും. ശ്രീറാമിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദലേറിന്റെ ആണ്. കാരണം ഞാൻ ലൈവ് ഷോ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഉള്ള പഞ്ച് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ പ്രിൻസ് എന്നും ഒരു രാജകുമാരനായിട്ട് തന്നെ നിൽക്കട്ടെ. പേര് പോലെ തന്നെ. ഷമീറ, പ്രിൻസ് രണ്ടുപേരും തകർത്തു കേട്ടോ. പ്രത്യേകിച്ച് ഷമീറ, എനിക്ക് മമ്മൂക്കയൊക്കെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ലൈഫ് വോയിസ് ആണ്. പിന്നെ കോമ്പറ്റീഷൻ എനിക്കൊന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്നതാണ് അല്ലേ? നേരത്തെ കുറെ സ്റ്റാറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 6 വർഷമായി. പ്രോഗ്രാംസ് എങ്ങനെ ഉണ്ട് ട്രൂപ്പിൽ? കുഴപ്പമില്ല. എന്നാലും ഉത്സവത്തിൽ വന്നതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഉത്സവത്തിന് വന്നതിന് ശേഷമാണ് നമ്മൾ റീച്ച് ആയത് അവിടെ. പ്രിൻസ് ഒരുപാട് ഷോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ട്. കാര്യം നമ്മൾ ഫ്ലെക്സിലേക്ക് കാണും, എവിടെ പോയാലും പ്രിൻസിന്റെ ഫേസ് കാണാറുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ഷോ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് ഷോകളൊക്കെ കിട്ടട്ടെ. പ്രസന്റ് ചെയ്ത് 2 സാധനം അടിപൊളിയായിരുന്നു. അപ്പൊ കലക്കി. പക്ഷെ പ്രിൻസേ അറിയാലോ, ഇന്ന് സമ്മാനം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് നമ്മുടെ കുളിരാണ്. അപ്പോ ഐശ്വര്യമായിട്ട് ഒരു സ്പിൻ അടിച്ചേ. 6. ഓക്കെ, ചേട്ടാ പുള്ളിക്ക് വേണ്ടി വേറൊരു സ്പിൻ ഒന്ന് കൊടുത്തേ. നിങ്ങൾ കറക്കി 6 വേണോ? ടിൻചേട്ടൻ കറക്കി 8 വേണോ? വിശ്വാസം അവിടെ വിശ്വാസം തിരിച്ചേറ്റില്ലല്ലേ എല്ലാം. എനിക്ക് പുള്ളിയിലാണ് വിശ്വാസം. പ്രിൻസ് ആണെ എന്തെടുക്കുമായിരുന്നു? ഒരു സമ്മാനവും കിട്ടാനില്ല. എന്നാലും തിരിച്ചേട്ടൻ 8-ലായിരിക്കും. തിരിച്ചേട്ടൻ പക്ഷെ 6-ലോട്ട് പോകുന്നതാണ് അല്ലേ? പ്രചോദനോ? ഞാനും 6 പിടിക്കും. 6 പിടിക്കും. അപ്പൊ നമുക്ക് ആദ്യം കിട്ടാത്ത 6 എന്താണെന്ന് നോക്കാം അല്ലേ? ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. 8,000 രൂപയായിരുന്നു 6ന്റെ പുറകിൽ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. 2,000 രൂപ. അപ്പൊ നമുക്കാണ് ക്രിസ്മസ്. കുഴപ്പമില്ല. 2,000 എങ്കിൽ 2,000 അല്ലേ? നമുക്ക് ഒരു മാറ്റമുള്ള ഒരു ബ്ലാങ്കറ്റ് എങ്കിലും കിട്ടും. അതെ. അപ്പൊ രണ്ടുപേരെയും കൈപിടിച്ച് ചേട്ടാ മുമ്പോട്ട് തന്നെ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും
ഇനി അടുത്തത് കോമഡി ഉത്സവം നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ വൈറൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇന്റർനാഷണലി വൈറൽ, ഇതുവരെയുമുള്ള റെക്കോർഡ്സ് എല്ലാം ബ്രേക്ക് ചെയ്ത ഒരു റീലിന്റെ പിറകിലുള്ള ആളിനെയാണ്. ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് റിസ്വാൻ. ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് ബോൾ അടിച്ചപ്പോ വിചാരിച്ചോ ഈ ലെവലിൽ ഇത് പോകുന്നു? ഒരിക്കലും അതെ. ഈ വീഡിയോയുടെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ എല്ലാവരുടെ അടുത്ത് പറയണത് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് ഏറ്റവും കൂടുതൽ ഒരു റീലില് വ്യൂ പോയിട്ടുള്ളത് ക്യാബി ലൈമിന്റെ, അതായത് നമ്മുടെ മറ്റേ ഇത് കാണിക്കില്ലേ, എല്ലാം സിമ്പിൾ പറഞ്ഞ് കാണിക്കില്ലേ, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാണിക്കില്ലേ, ക്യാബി ലൈമിന്റെ വീഡിയോ എന്റെ അറിവിലാണ് 380 മില്യൺ, 289 അല്ലെ, 280 മില്യൺ അല്ലെ, 280 മില്യൺ ആണ്. നമ്മുടെ അതിപ്പോ ലാസ്റ്റ് നോക്കുമ്പോ ഏതുവരെ പോയി? 403 മില്യൺ. നമ്മൾ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ റിസ്വാൻ ഇപ്പൊ എവിടെ നിന്നൊക്കെ കോള് വന്നു? വന്നിട്ടുണ്ട്. ആണ് ഈ ഫുട്ബോൾ എപ്പോഴും കൈ കൊണ്ടുപോകാറുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിൽ വെച്ചിട്ട് ട്രിക്സ് ചെയ്യാറുണ്ട്, ഫ്രീ സ്റ്റൈൽ ചെയ്യാറുണ്ട് അല്ലേ? ഓ അടിപൊളി. നമുക്ക് കുറച്ച് ഫ്രീ സ്റ്റൈൽ ട്രിക്സ് ഫുട്ബോൾ പ്ലെയർ ആണ് എന്നുള്ളത് മനസ്സിലായി. അതിന്റെ കൂടെ ഈ ട്രിക്സ് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടോ ഇപ്പോ? ആണല്ലേ? ഓ അത് ശരി, ഇനോഗ്രേഷൻസിലൊക്കെ പോയി പെർഫോം ചെയ്യാറുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഇന്റർവ്യൂസിനോ ഇതിനോ ഒക്കെ വിളിച്ചിരുന്നു ആൾക്കാര്? അതെ, കുറെ ഇന്റർവ്യൂ, പിന്നെ വീട്ടിലേക്ക് കുറെ ആൾക്കാർ വരലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് വേറൊരു വീഡിയോ ചെയ്ത് ഒരു മൊബൈൽ ഫോൺ ഇതേപോലെ വെച്ചിട്ട് തട്ടിയിട്ട് അവസാനം അത് വെള്ളത്തിൽ പോയി നല്ല ആരുടെ സിസ്റ്ററിന്റെ മൊബൈൽ ഫോണായിരുന്നു? ആണോ? നമുക്കന്ന് അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കണ്ടേ? മൊബൈൽ ഫോൺ വെച്ച് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മുടെ നോക്ക് നാട് എവിടെയാണെന്ന് പറഞ്ഞേ? നാട് മലപ്പുറം അരീക്കോട്. ഫുട്ബോളിന്റെ സ്വന്തം സ്ഥലമാണ് മലപ്പുറം അരീക്കോട് എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് ഇത് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും 403 മില്യൺ വ്യൂസ് ഒരു റീലിന്, ഒരു മലയാളിയുടെ റീലിന് വന്നു എന്നുള്ളത്. ഇതിന് തൊട്ട് മുമ്പുള്ളത് ഇന്റർനാഷണൽ ഫെയിമുള്ള കാബി ലൈമാണ്. ആലോചിച്ച് നോക്കണം, അവിടെ നിന്ന് നമ്മളൊരു മലയാളി കിട്ടിയെന്നുള്ളത് അമേസിങ്. കൂടെ ആരാ വന്നിട്ടുള്ളേ? ഉപ്പുണ്ട്, പിന്നെ ക്യാമറ എടുത്ത ഒരാളുണ്ട്. ആണോ? അദ്ദേഹത്തെ ഒന്ന് വിളിക്കാം, എങ്ങോട്ട് വിളിക്കാം? വരും. മകനിങ്ങനെ കളിച്ചിറങ്ങുമ്പോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാ? ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ ബോൾ കളിക്കും, വെറുതെ പന്തും തട്ടി നടക്കാണെന്ന് പറഞ്ഞല്ലേ? ഈ ലോക പ്രശസ്തി കിട്ടുമെന്ന് വിചാരിച്ചാ? ഇല്ല. ഇതെല്ലാം ഒപ്പമാർക്കും ഒരു പാഠമായിരിക്കട്ടെ. പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഇതിന്റെ കൂടെ പറയാട്ടോ. ഇദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ട്, ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചെയ്തത്
അവിടെ നിന്ന് അടിച്ചു ആ വാട്ടർഫോളിലോട്ട് പോകുന്നു എന്നുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഒരുപാട് പേര് ഇതിനെ റീക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്യുന്നത് കണ്ടായിരുന്നു. അങ്ങനെയുള്ള വീഡിയോസ് ക്യാമറമാനെ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. അത് അടുത്ത് വെച്ച് പറഞ്ഞു അത് കട്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഈ ബോൾ ആ ബോൾ അടിച്ചിട്ട് വേറെ ഇതിലോട്ട് വരുന്നത് സുരാജിന്റെ വോയിസ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അതിന് കുറെ ട്രോൾ ഉണ്ട്. അതെ, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര റിസ്ക് എടുത്തൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ട് ഞങ്ങള് ചുമ്മാ എടുത്തതാണ്. റീച്ച് കയറി. അല്ലെങ്കിൽ അതാണ് വേണമെന്ന് വെച്ച് വൈറലാക്കാൻ പറ്റൂല, വൈറലാവുകയാണ് അല്ലേ? അങ്ങനെയല്ലേ? നല്ല കളിക്കാരനായ ഫുട്ബോളിന്റെ. പിന്നെ ഈ വീഡിയോയ്ക്ക് മുമ്പ് അങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവന് എന്ത് പിന്നെ കളിച്ച് പിന്നെ കൈ മുറിഞ്ഞ് ആടിപ്പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് 2 വർഷത്തേക്ക് നീ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അന്ന് മുതലാണ് ഈ ഫ്രീ സ്റ്റൈലിലേക്ക് മാറിയത്. അപ്പൊ കൊറേ ഇനിയും കൈ മുറിക്കിട്ടോന്നൊക്കെ പറഞ്ഞ് ഞാനെന്ത് ചെയ്യും. പിന്നെ അവൻ കളിച്ച് ഇപ്പം എല്ലാ ദിവസവും പോയി കളിക്കാൻ പറയണല്ലേ? പ്രാക്ടീസ് ചെയ്യാൻ മുഹമ്മദ് റിസ്വാൻ ഞെട്ടിച്ച് കളഞ്ഞ്. കാരണം ഈ പ്രായത്തിലുള്ള പിള്ളേർ എന്തോരം അവർ സമയം ചെലവഴിച്ചിട്ടായിരിക്കും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ 10 മിനിറ്റ് ഉള്ളെങ്കിൽ എത്ര നാള് ചെയ്തിട്ടുണ്ടാവും പ്രാക്ടീസ്? 3 ഇയർ മുമ്പ്. അതാണ്. നല്ല പ്ലെയർ ആയിട്ട് നല്ല ബോഡി ഇട്ടാ. ഫുട്ബോളിന് പറ്റിയ പറക്കാൻ പറ്റുന്ന ബോഡിയാണ്. അത് കീപ്പ് ചെയ്യുക. കളി നിർത്തരുത് കേട്ടോ. ഫ്രീ സ്റ്റൈൽ ഒരു സൈഡിൽ നിന്നോട്ടെ, പക്ഷേ കളി നിർത്തരുത്. നല്ലൊരു പ്ലെയർ. മലപ്പുറം എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ചിട്ടുള്ളവർക്ക് ഫുട്ബോള് ഉറപ്പാണ്. എനിക്ക് മലപ്പുറത്തിന്റെ 2 കാര്യത്തിലാണ് ഇഷ്ടം. ഒന്നല്ലെങ്കിൽ ഫുട്ബോളർ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ വണ്ടിപ്രാന്തന്മാരായിരിക്കും അല്ലേ? വണ്ടി ഇതിൽ. അതുകൊണ്ട് ഞാൻ മലപ്പുറത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം 2 എനിക്ക് ഇഷ്ടമാണ്. ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് മലപ്പുറത്തിന്റെ അരീക്കോടിന്റെ അഭിമാനമായിട്ട് ഇനി മാറട്ടെ. ഫ്രീ സ്റ്റൈലിൽ മാത്രമല്ല, നല്ലൊരു ടീമിൽ നമുക്കിപ്പോ ഒരുപാട് മാച്ചസും കാര്യങ്ങളും ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലുള്ള ഗ്രൗണ്ടിൽ ഈ ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കട്ടെ. റിസ്വാനെ, സാധാരണ ഒരാൾ ഫുട്ബോൾ കളിച്ചാൽ കിട്ടാത്ത ഒരു ആരാധകരെയാണ് റിസ്വാന് കിട്ടിയിരിക്കുന്നത് ഈ ഒരൊറ്റ ഷൂട്ടിൽ. അതിനൊരു ഭംഗിയുണ്ട്. ആ റിസ്വാൻ ചെയ്ത ആ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയ ക്യൂൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഭയങ്കരമുണ്ട്. നമുക്കത് ഇഷ്ടം തോന്നും. ആ ഒരു അറ്റ്മോസ്ഫിയർ അത് എവിടെയാണ് സ്ഥലം എന്ന് പറയുന്നത്? കരുവാരക്കുണ്ട്. ആ ഒരു റിസ്വാന്റെ ഒരു അറ്റംപ്റ്റ് ആണ് ഭയങ്കര രസമായിട്ടുള്ളത്. ഇനി എന്താ പറയുന്ന ഒരുപാട് ആരാധകർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ആൾക്കാർ ഇഷ്ടപ്പെട്ടുള്ളൂ ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, മൊബൈൽ വെച്ചത് ആരും അനുകരിക്കരുത്. മൊബൈൽ തകർന്നു പോകും. അതുകൊണ്ട് പറഞ്ഞേക്കാം, പുള്ളിയുടെ ഒരു മൊബൈൽ വെള്ളത്തിൽ പോയതാ. അതുകൊണ്ട് പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞേക്കല്ലേ അല്ലേ? ഇതുണ്ടല്ലേ കെട്ടിപ്പൊതിഞ്ഞ വാട്ടർപ്രൂഫ് ജാക്കറ്റ് പടച്ചട്ട ചങ്ങലേക്ക് ഇടരുത്. അത്ര ഇങ്ങനെ കൊച്ചിനെ കൊണ്ടു നടക്കണ പോലെ കിടക്കണ ആളാ. അപ്പൊ ആ ആൾക്ക് ഇങ്ങനെ കാലോട്ട് ഇടണ നെഞ്ചിടിക്കും. ആ പ്രൊട്ടക്ഷൻ മറ്റേ വീഴാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ അല്ല, വേറെ പ്രൈവസി. വലിയ സന്തോഷം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ, മലയാളികളുടെ മുമ്പിൽ വീണ്ടും പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന വലിയ സന്തോഷമാണ്. ഈ പറഞ്ഞ നമുക്ക് മലയാളികൾക്കെല്ലാം ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരും നിങ്ങളുടെ വീഡിയോ എടുത്ത് ഇത്രയും വലിയൊരു വ്യൂ കിട്ടുക എന്ന് പറയുന്നത് അതൊരു മലയാളിക്ക് കിട്ടുക എന്നുള്ളതും, അതിനകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു മ്യൂസിക്കല്ല ഉപയോഗിച്ചത്, നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു മ്യൂസിക്കുമാണ് ഉപയോഗിച്ചതെന്നുള്ളത് അതൊരു ഇന്റർനാഷണൽ ഫെയിം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് വളരെ നന്ദി കേട്ടോ. താങ്ക്സ് അലോട്ട്. കീപ് അപ്പ് ദ ഗ്രേറ്റ് വർക്ക് കേട്ടോ. താങ്ക്സ് അലോട്ട്. താങ്ക് യു. അപ്പം എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ 3 പേരുടെയും പേരിൽ, ഫ്ലവേഴ്സിന്റെ ഹോൾ ക്രൂവിന്റെ പേരിൽ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവ്രിവൺ.